ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഇന്നത്തെ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് അസർ നിസ്കാരത്തിനൊക്കെ ശേഷമാണ്. നോമ്പായതുകൊണ്ട് തന്നെ ആ ഒരു ടൈമിലാണല്ലോ കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നോമ്പ് തുറക്കുള്ള പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ഇപ്പം തന്നെ ലൈക്കും കൂടെ ചെയ്തേക്കാം. കാലത്ത് അടിച്ചു കോരിയതാണെങ്കിലും വൈകിട്ടും അടിക്കേണ്ടി വരും. ചെറിയ രീതിയിലുള്ള പൊടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അടിക്കലൊക്കെ കഴിഞ്ഞ് ഞാൻ കിച്ചണിൽ കയറി വെള്ളമൊക്കെ ആദ്യം തിളപ്പിക്കാനായിട്ട് വെച്ചു. വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചത് വേറൊന്നിനല്ല, ഇന്ന് ഇലയട ഉണ്ടാക്കാമെന്ന് കരുതി. കുറേ ആയി ഇലയട കഴിക്കണമെന്ന് വിചാരിച്ചിട്ട്. ശരിക്കും പറഞ്ഞാൽ ഇലയട ഉണ്ടാക്കിയിട്ട് തന്നെ കുറേ ആയില്ല. പറിക്കാൻ പോകാനുള്ള മടി കൊണ്ടാണ് അത് അങ്ങനെ മാറ്റി വെച്ചത്. കൊഴുക്കട്ടയൊക്കെ ഉണ്ടാക്കാറുണ്ട്, എന്നാലും ഇവിടെ എല്ലാവർക്കും ഇലയട തന്നെയാണ് ഇഷ്ടം. വാഴയിലയിൽ വേവിക്കുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റ് കൂടിയാണല്ലോ അല്ലേ. അപ്പോൾ അരിപ്പൊടിയിൽ തിളപ്പിച്ച് വെള്ളം ഒഴിച്ചിട്ട് നൂലുപുട്ടിന് വാട്ടിയെടുക്കുന്നത് പോലെ തന്നെ വാട്ടിയെടുത്ത് വെച്ചു. പിന്നെ ഇപ്പോൾ ഫില്ലിങ്സാണ് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. തേങ്ങ നെയ്യിലൊന്ന് ജസ്റ്റ് വാട്ടിയെടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ സിമ്പിളായിട്ടുള്ള ഫില്ലിങ്സാണ് റെഡിയാക്കുന്നത്. തേങ്ങയും ശർക്കരയും മാത്രമാണ് ഇതിൽ ചേർക്കുന്നത്. ഫ്ലേവറിന് വേണ്ടി കുറച്ച് ഏലക്കാപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറുപയറോ അവിലോ ഒക്കെ ചേർത്ത് കൊടുക്കുക. ചെറുപയർ ചേർത്ത് കൊടുക്കുമ്പോൾ വേവിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. അവിൽ ചേർത്ത് കൊടുക്കുമ്പോൾ നേരിട്ട് ചേർത്ത് കൊടുക്കുക. ചെറുതായിട്ട് ശർക്കര ഒന്ന് പാനിയാക്കി എടുത്തിട്ട് അതിൽ ചേർത്ത് കൊടുക്കുക. അപ്പോഴും നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാവും. ഞാനിപ്പോൾ സിമ്പിളായിട്ടുള്ള ഫില്ലിങ്സാണ് റെഡിയാക്കുന്നത്. നോമ്പ് തുറക്കുമ്പോൾ ഒരുപാടൊന്നും കഴിക്കാനും തോന്നില്ല. അപ്പോൾ ഫില്ലിങ്സ് സിമ്പിളാക്കാന്ന് തന്നെ വിചാരിച്ചു. വാഴയില നേരത്തെ തന്നെ പറിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. താത്താൻ്റെ വീട്ടിൽ നിന്ന് കൊടുത്തു വിട്ടതാണ്. അപ്പോൾ അതൊക്കെ അപ്പം തന്നെ കഴുകി തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ പണി കുറച്ചുകൂടി സിമ്പിളായി തോന്നി. ഈ ഇലയിൽ കുറച്ച് വെളിച്ചെണ്ണ തേച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണ് മാവ് വെച്ച് കൊടുത്തത്. മാവൊക്കെ ഫില്ല് ചെയ്തിട്ട് ഇതിൻ്റെ ഫില്ലിങ്സും കൂടി ഒന്ന് വെച്ച് കൊടുത്ത് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. കഴിക്കാനായിട്ട് ദോശമാവൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദോശ റെഡിയാക്കാന്നുള്ള പ്ലാനായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇതൊക്കെ കഴിച്ചപ്പോൾ ആർക്കും തന്നെ ദോശയും വേണ്ട. വയറ് ഫില്ലായിപ്പോയി. ഇതൊക്കെ കഴിക്കുമ്പോൾ തന്നെ വയറ് ഫില്ലാവുമല്ലോ. പിന്നെ ഒറ്റയടിക്കൊന്നും കഴിക്കാനും തോന്നില്ല. നോമ്പ് തുറക്കുമ്പോൾ അങ്ങനെ ആയിരിക്കുമല്ലോ അല്ലേ. നോമ്പ് തുറക്കുന്നതിന് മുമ്പ് ഇതൊന്നും പോരാ, ഇതൊക്കെയാണോ എന്നൊക്കെ വിചാരിക്കും. പക്ഷേ നോമ്പ് തുറന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് വയറ് നിറയും. അതുകൊണ്ട് ദോശ ആരും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇത് തന്നെ കഴിച്ച് അങ്ങനെ കിടക്കുകയാണ് ചെയ്തത്. ഞാൻ എടുത്ത മാവ് ഈ ഒരു ഇലയ്ക്ക് കറക്റ്റായിരുന്നു. ഇലയുടെയൊക്കെ ഉമ്മ ഉണ്ടാക്കുമ്പോൾ സഹായിക്കാനായിട്ട് ഞാനും കൂടെ നിൽക്കാറുണ്ട്. ഇത് ഞാൻ ആദ്യമായിട്ടാണ് തനിച്ച് ചെയ്യുന്നത്. ഫസ്റ്റ് ടൈം തന്നെ ചെയ്ത് അടിപൊളിയായി കിട്ടിയതുകൊണ്ട് അതിൻ്റെ ഒരു സന്തോഷം എനിക്കുണ്ടായിരുന്നു. ചിലരൊക്കെ ഇലയട ഉണ്ടാക്കുമ്പോൾ ഇലയടൻ്റെ മാവ് ഭയങ്കര ഹാർഡായിട്ട് പോവുമല്ലോ, കഴിക്കുമ്പോൾ പെട്ടെന്ന് മടുപ്പ് തോന്നും. ഇതിപ്പോൾ നല്ല മയത്തിൽ തന്നെ കിട്ടി, നല്ല സോഫ്റ്റായിട്ട് നല്ല മയത്തിൽ തന്നെ കിട്ടി. മാവ് ഹാർഡാവുമോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷെ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനും. ചൂടാറിയിട്ടും കഴിക്കാനും നന്നായിട്ടുണ്ടായിരുന്നു. ഇതിൽ ഫില്ലിങ്സ് ഒക്കെ വെച്ച് മടക്കി കൊടുക്കുമ്പോൾ അങ്ങോട്ട് നേരെ ശരിയായിട്ട് ഇല മടങ്ങി കിട്ടുന്നുണ്ടായിരുന്നില്ല. മാവിൽ നിന്ന് വിട്ട് വരുന്നുണ്ടായിരുന്നു ഇല. എന്നാലും ഞാൻ എല്ലാം ഏകദേശം ഫില്ലിങ്സൊക്കെ വെച്ച് ഒപ്പിച്ചെടുത്തിട്ടുണ്ട്. ചിലതൊക്കെ കറക്റ്റായി ഒട്ടി നിൽക്കുന്നുണ്ടായിരുന്നു. ചിലത് മാത്രം പെട്ടെന്ന് അങ്ങോട്ട് വിട്ട് വരുന്നുണ്ടായിരുന്നു. അത് എണ്ണ കൂടുതലായതിൻ്റെ ആയിരിക്കും. ഞാൻ പിന്നെ വേഗം അതൊക്കെ സ്റ്റീം ചെയ്യാനായിട്ട് ഇഡ്ഡലി തട്ടിലേക്ക് വെച്ചിട്ടുണ്ട്. ഇലയടൻ്റെ ഫില്ലിങ്സ് കുറച്ച് ബാലൻസ് വന്നിട്ടുണ്ടായിരുന്നു. അതെന്ത് ചെയ്യുന്ന ആലോചിച്ചപ്പോഴായിരുന്നു കുറച്ച് പഴം തൊലി കറുത്തിരിപ്പുള്ളത് കണ്ടത്. എന്നാൽ പിന്നെ അതങ്ങ് വാട്ടിയെടുക്കാമെന്ന് വിചാരിച്ചു. 2 പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് മതി. അധികമായി പറഞ്ഞാൽ പിന്നെ ആരും കഴിക്കാനും പോകുന്നില്ല. അപ്പോൾ എന്തായാലും പഴത്തിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് വാട്ടിയെടുക്കുന്നുണ്ട്. നല്ലതുപോലെ വാടി കിട്ടണം. പഞ്ചസാരയും തേങ്ങയും ചേർത്ത് വാട്ടുന്നത് പോലെ തന്നെ ശർക്കരയും തേങ്ങയും ചേർത്ത് വാട്ടിയെടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതൊന്ന് വാടി വരുമ്പോഴേക്കും ജ്യൂസിൻ്റെ കാര്യമൊക്കെ നോക്കാമെന്ന് കരുതി. ഇന്നും തണ്ണിമത്തൻ തന്നെയാണ് മെയിൻ. ഇതിൻ്റെ പകുതി എടുത്ത് ജ്യൂസാക്കുന്നുണ്ട്. പകുതി മാത്രം മതി. ഇത് തന്നെ ചിലപ്പോൾ അധികം ആവാറുണ്ട്. അപ്പോൾ ചിലപ്പോൾ അത്താഴത്തിനൊക്കെ എണീക്കുന്ന സമയത്ത് കുടിക്കാനുള്ള ജ്യൂസ് ഉണ്ടാവും. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ജ്യൂസും ഫ്രൂട്ട്സും ഒക്കെ തീർക്കുന്നത്. അല്ലാതെ ഒറ്റയടിക്ക് തീർക്കാനും കഴിയുന്നില്ല. അങ്ങനെ പഴമൊക്കെ നല്ല രീതിയിൽ വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നേരത്തെ ബാലൻസ് വന്ന തേങ്ങൻ്റെ കൂട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നന്നായി മിക്സ് ചെയ്താൽ സംഭവം ഇവിടെ സെറ്റായി. ഏലക്കാപ്പൊടിയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ.
മക്കൾക്കുമൊക്കെ നല്ല ഇഷ്ടമാവും. അതവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നേരെ ജ്യൂസിൻ്റെ കാര്യങ്ങളിൽ തന്നെ തിരിച്ച് വന്നിട്ടുണ്ട്. തണ്ണിമത്തനൊക്കെ കട്ട് ചെയ്തിട്ട് കുറച്ച് പഞ്ചസാരയും കുറച്ച് മാത്രം തണുത്ത വെള്ളവും ചേർത്ത് നന്നായി അടിച്ചെടുക്കും. എന്നിട്ടാണ് കുറച്ചും കൂടെ വെള്ളം ചേർത്തിട്ട് അരിച്ചെടുക്കുന്നത്. അല്ലെങ്കിൽ അരിപ്പയിലൂടെ അരിച്ച് കിട്ടില്ല, കുറച്ച് തിക്കായി പോയാൽ കട്ട കെട്ടി കിടക്കും. അപ്പോൾ ഇപ്പോൾ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് അടിച്ചെടുക്കും. അതിനുശേഷം അരിച്ചെടുക്കുമ്പോഴാണ് കുറച്ചും കൂടെ വെള്ളം ചേർക്കുക. ഇതിപ്പോൾ അരിച്ചെടുത്തിട്ടാണ് ഞാൻ ഈ ജാറിലേക്ക് ആക്കുന്നത്. ഇനി കുറച്ച് കസ്കസ് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുന്നുണ്ട്. റമദാനൊക്കെ എത്ര പെട്ടെന്നാണല്ലേ പോകുന്നത്, സമയവും ദിവസവും പോകുന്നത് തന്നെ അറിയുന്നില്ല അല്ലേ. പിന്നെ നോമ്പൊക്കെ തുറക്കാറാവുമ്പോഴായിരിക്കും സമയം പതിയെ പോകുന്നത് പോലെ തോന്നുക. അത് പിന്നെ നോമ്പ് തുറക്കാനുള്ള കാത്തിരിപ്പിൻ്റെ ആ ഒരു സമയത്ത് സമയം പതുക്കെ പോകുന്നത് പോലെ ആയിരിക്കുമല്ലോ തോന്നുക. അതിപ്പോൾ എല്ലാവർക്കും അങ്ങനെ ആയിരിക്കുമെന്ന് കരുതുന്നു. പിന്നെ ചൂടായതുകൊണ്ട് തന്നെ നല്ലതുപോലെ ക്ഷീണവും ദാഹവും ഒക്കെ ഉണ്ടാവും. എല്ലാവരും വെള്ളമൊക്കെ നന്നായി കുടിക്കാനായിട്ട് ശ്രദ്ധിക്കണേ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നല്ലതുപോലെ ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ കുറച്ച് തണ്ണിമത്തൻ കഴിക്കാനുള്ളത് കൂടി ഞാൻ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഒരു ആപ്പിൾ കൂടി കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഒരാപ്പിളേ എടുക്കുന്നുള്ളൂ, ഇത് തന്നെ അധികമാണ്. ഇവിടെ ഇപ്പോൾ ഞാനും മിക്കയും തന്നെ കഴിക്കാനുള്ളൂ. അങ്ങനെ ഫ്രൂട്ട്സും കാര്യങ്ങളൊന്നും കഴിക്കില്ല. മോനിത് ഇഷ്ടമാണ്, തണ്ണിമത്തൻ മോന് ഇഷ്ടമാണ്, മോൻ കഴിക്കും. പക്ഷെ മോള് കഴിക്കാറില്ല. മോൾക്ക് ജ്യൂസാണ് ഇഷ്ടം, തണ്ണിമത്തൻ കഴിക്കുന്നത് വലിയ ഇഷ്ടമില്ല. ഞാനും 1-2 കഴിക്കാറുള്ളൂ. ജ്യൂസ് തന്നെയാണ് എനിക്കും ഇഷ്ടം. ഇവിടെ ഇലയുടെയൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്, അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. കിച്ചണിലെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു കഴിഞ്ഞാൽ സിങ്ക് ഇത്രയും നിറഞ്ഞു കിടക്കുന്നുണ്ടാവും. ഇതിപ്പോൾ ധൃതി കൂട്ടി ഓരോന്ന് ചെയ്യുന്നതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കഴുകി വെക്കുന്നില്ല പാത്രങ്ങൾ. അതുകൊണ്ടാണ് ഇത്രയും കുന്നുകൂടി കിടക്കുന്നത്. ഇപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലീനാക്കി വെച്ചാലേ സമാധാനം ഉണ്ടാവുള്ളൂ. കയ്യോടെ എല്ലാം പെട്ടെന്ന് തന്നെ പാത്രങ്ങളൊക്കെ കഴുകി എടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇലയട ഉണ്ടാക്കിയതിൻ്റെ കറക്റ്റ് പരുവെന്ന് പറയുന്നത് നൂൽപുട്ടിന് എടുക്കുന്നത് പോലെ തന്നെയാണ് പൊടി വാട്ടിയെടുക്കുന്നത്. പൊടിയിലേക്കാണ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ പിന്നെ കറക്റ്റ് പരുവം തന്നെയായിട്ട് മാവ് കിട്ടും. ഞാനിപ്പോൾ എടുത്ത പരുവം കറക്റ്റ് തന്നെയാണ് എനിക്ക് കിട്ടിയത്. പിന്നെ ഫില്ലിങ്സിൽ കുറച്ച് ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുത്താൽ നല്ല ഫ്ലേവർ ഉണ്ടാവും. അപ്പോൾ നോമ്പിനൊക്കെ ഈസി ആയിട്ട് ഹെൽത്തി ആയിട്ട് കടികളൊക്കെ വേണമെന്നുള്ളവർ ഇങ്ങനെയുള്ള പണ്ടത്തെ ഓർമ്മകളൊക്കെ തിരിച്ചു കൊണ്ടുവന്നേക്കുക. അപ്പോൾ ആ ഒരു കുട്ടിക്കാലമൊക്കെ ഓർത്ത് നമുക്കത് കഴിക്കാമല്ലോ. പിന്നെ ഈ ഒരു മെത്തേഡിലാണ് ഇലയട ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ഇലയട തന്നെ കിട്ടും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ പാത്രങ്ങളൊക്കെ കംപ്ലീറ്റ് ആയി കഴുകിയെടുക്കുന്നുണ്ട്. സിങ്കും കയ്യോടെ തന്നെ സോപ്പ് ഉപയോഗിച്ച് കഴുകിയെടുക്കുന്നുണ്ട്. പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞാൽ എന്തായാലും ചുറ്റുമൊക്കെ വെള്ളം തെറിച്ചിട്ടുണ്ടാവും. അതും കയ്യോടെ തുടച്ച് വൃത്തിയാക്കുന്നുണ്ട്. കിച്ചൺ എപ്പോഴും നീറ്റായിരുന്നാലേ ഒരു സമാധാനമുള്ളൂ. അല്ലെങ്കിൽ വല്ലാത്തൊരു വിങ്ങലായിരിക്കും, അതൊന്നും വൃത്തിയാക്കിയില്ലല്ലോ എന്നുള്ളൊരു കുറ്റബോധം ഉണ്ടാവും. അപ്പോൾ വേഗം ആ പണികളൊക്കെ തീർന്നാൽ കിച്ചണിൽ പിന്നെ നോക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ഇലയുടെയൊക്കെ ഹോട്ട് ബോക്സിലാക്കി വെക്കാമെന്ന് വിചാരിച്ചു. ഇലയുടെ നല്ല ചൂടുണ്ട്, എനിക്ക് കൈകൊണ്ട് തൊടാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല, നല്ല ചൂടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ ഒരു സംഭവം കൊണ്ടാണ് ഇലയുടെയൊക്കെ ഹോട്ട് ബോക്സിലേക്ക് മാറ്റിയത്. പിന്നെ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇതുപോലുള്ള ലൈഫ് സ്റ്റൈൽ വീഡിയോസ്, ഡേ ഇൻ മൈ ലൈഫ് പോലുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഞാൻ മുമ്പും ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ചാനലിൽ കയറിയാൽ നിങ്ങൾക്ക് അതൊക്കെ ഒന്ന് കാണാനായിട്ട് പറ്റും കേട്ടോ. കിച്ചണിലെ പണികളൊക്കെ ഒന്ന് തീർന്നപ്പോൾ അലക്കിയിട്ട തുണികളൊക്കെ ഒന്ന് എടുത്ത് വെക്കാനായിട്ട് പോയതാണ്. ഇനി ഇതൊക്കെ ഒന്ന് എടുത്ത് വെക്കണം. മഴയ്ക്കുള്ള ചെറിയൊരു കാറുണ്ട്, എന്നാലും മഴയൊന്നും പെയ്തിട്ടുണ്ടായിരുന്നില്ല. മഴ പെയ്യുമെന്ന് തന്നെ വിചാരിച്ചതാണ്. അതുപോലെ ചെറിയൊരു മൂടിക്കെട്ടലൊക്കെ ഉണ്ടായിരുന്നു. രാത്രിയാണെങ്കിലും പെയ്യുമെന്ന് കരുതിയിട്ടാണ് വേഗം തുണികളൊക്കെ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചത്. കിച്ചണിലെ പണികളൊക്കെ തീർന്നു കഴിഞ്ഞാൽ പിന്നെ മക്കളുടെ കൂടെ കുറച്ച് നേരം ഇരിക്കും. ഈ ഒരു സമയം അങ്ങനെയൊക്കെ ആയിരിക്കും ഞാൻ സ്പെൻഡ് ചെയ്യുക. എപ്പോഴും എന്തെങ്കിലും ചെയ്ത് ബിസിയായി പോയാൽ മക്കളുടെ കൂടെ ചിലവഴിക്കാനും നമുക്ക് സമയം കിട്ടില്ലല്ലോ. അവരുടെ വളർച്ചയ്ക്ക് നമ്മുടെ പ്രസൻസും അത്യാവശ്യമാണല്ലോ അല്ലേ. അധികവും ഞാൻ അവരുടെ കൂടെ കളിക്കാനും ഓരോന്ന് ചെയ്യാനും ഒക്കെ കൂടും. അങ്ങനെ എനിക്കും ഒരു നേരം പോക്കാവുമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. പിന്നെ സമയമായപ്പോൾ നോമ്പ് തുറക്കാനുള്ള ഐറ്റംസൊക്കെ ഞാൻ ടേബിളിൽ കൊണ്ടുവച്ചു. ഇതിപ്പോൾ സ്ഥിരം ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ മോനിത് എന്താണെന്നുള്ളത് അറിയാതെ ഓരോന്നും ഒപ്പിച്ച് വയ്ക്കാനൊക്കെ നോക്കുന്നുണ്ട്. ഈ ഐറ്റംസൊക്കെ ഇങ്ങനെയൊക്കെ വെച്ച് കാണുമ്പോൾ
എല്ലാം ഒന്ന് വലിച്ചിട്ട് തട്ടിമറിച്ചിടാനൊക്കെ അവൻ നോക്കുന്നുണ്ട്. അതിപ്പോൾ അവൻ്റെ സ്ഥിരം കലാപരിപാടിയായിട്ട് മാറിയിട്ടുണ്ട്. ഞാനൊന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ പിന്നെ പണി പാളി കിട്ടും. എല്ലാം കൂടെ വലിച്ച് മിക്സാക്കി വെക്കും. അതുകൊണ്ട് ബാങ്ക് കൊടുക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് മാത്രമേ ഇതെല്ലാം നിരത്തി വെക്കാറുള്ളൂ. അല്ലെങ്കിൽ ഇവിടെ ഭയങ്കര പ്രശ്നമായിരിക്കും. അപ്പോൾ ഇന്നത്തെ നോമ്പ് തുറ ഇങ്ങനെയൊക്കെ അങ്ങ് കഴിഞ്ഞു. അൽഹംദുലില്ലാ റാഹത്തായി. മോനും ഓരോന്ന് വേണമെന്ന് പറഞ്ഞ് ഓരോന്ന് കഴിക്കാനൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ അവനത് വായിൽ വെക്കുന്നേ ഉള്ളൂ, അതൊന്നും കഴിക്കുന്നില്ല. ഞങ്ങളൊക്കെ കഴിക്കുന്നത് പോലെ അവനിക്കും കഴിക്കാനായിട്ട് തോന്നുന്നുണ്ട്. പക്ഷെ അവനൊന്നും അത് കഴിക്കുന്നില്ല. അത് വേണം ഇത് വേണം എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷേ ഒന്നും കഴിക്കുന്നൊന്നുമില്ല. വെറുതെ ആക്ടിങ് മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള വീഡിയോസ് ഞാൻ വെറുതെ ചുമ്മാ ഷൂട്ട് ചെയ്ത് വെച്ചു എന്നേ ഉള്ളൂ. മക്കളുടെ കാര്യങ്ങളും മോൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഞാനിതിൽ വെറുതെ ആഡ് ചെയ്യുന്നുണ്ട്. വേറൊന്നുമല്ല, കുറേ കാലം കഴിഞ്ഞൊക്കെ നമ്മൾ ഈ വീഡിയോസൊക്കെ കാണുമ്പോൾ കുട്ടികളിനെയൊക്കെ കാണാനും അന്നത്തെ സമയമൊക്കെ ആലോചിക്കാനും ഒക്കെ നല്ല രസമായിട്ട് തോന്നുമല്ലോ. അപ്പോൾ അതിനുവേണ്ടി ഞാനിതൊന്ന് ജസ്റ്റ് ഇതിൽ ആഡ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർ കാണുക, അല്ലാത്തവർ സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ. അങ്ങനെ നോമ്പ് തുറക്കലൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യലായിട്ട് തണ്ണിമത്തൻ ജ്യൂസ്, പിന്നെ പഴം വാട്ടിയത്, ഫ്രൂട്ട്സ്, പിന്നെ ഇലയട, ഇതൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ മോനും ഇപ്പോൾ വേണമെന്നൊക്കെ പറഞ്ഞ് കുടിക്കുന്നുണ്ട്. പക്ഷേ അവനിക്ക് വേണ്ട. സത്യത്തിൽ അവൻ നമ്മൾ കുടിക്കുന്നത് പോലെ ഒന്ന് കുടിക്കാനായിട്ട് നോക്കുകയാണ്. അങ്ങനെ നോമ്പ് തുറക്കലൊക്കെ കഴിഞ്ഞ് എന്നത്തെയും പോലെ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാമെന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷേ ഫുഡ് കഴിക്കലൊന്നും നടന്നില്ല. ഇലയട തന്നെ കഴിച്ച് അങ്ങനെ നിർത്തുകയാണ് ചെയ്തത്. പിന്നെ മോന് മാത്രം ഒരു ദോശ ഉണ്ടാക്കിയിട്ട് കൊടുത്തു. ജീരകക്കഞ്ഞിയൊക്കെ ഉണ്ടായിരുന്നു പള്ളിയിൽ നിന്ന് കിട്ടിയത്. അപ്പോൾ അതൊക്കെ കഴിച്ചപ്പോൾ തന്നെ വയറ് ഫില്ലായി. മോന് മാത്രം ഒരു ദോശ ചുട്ട് കൊടുത്തു. അതും അവൻ കഴിച്ചില്ല, പകുതി കഴിച്ചുള്ളൂ. പിന്നെ വീഡിയോ ഒക്കെ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് അവനും ഇപ്പോൾ ഹായ് ഒക്കെ കാണിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അവനിപ്പോൾ മനസ്സിലായി തുടങ്ങി ഇതെന്തോ വീഡിയോ എടുക്കുന്നത് എന്തോ സംഭവത്തിനാണ് എന്നുള്ളത് അവനിക്ക് അറിയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ എന്തുണ്ടെങ്കിലും ഉമ്മ വീഡിയോ എടുക്കുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത്. അവൻ സ്വയം തന്നെ ചോദിക്കുന്നുണ്ട്, വീഡിയോ എടുക്കുന്നില്ലേ, ഫോട്ടോ എടുക്കുന്നില്ലേ എന്നുള്ളത് എന്നോട് ചോദിച്ചു വരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും വിട്ടുപോകരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് വായിക്കുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. ഒത്തിരി പേര് നമുക്ക് കമൻ്റൊക്കെ ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റായിട്ട് എന്നെ അറിയിക്കുക. അങ്ങനെ നിങ്ങളുടെ കമൻ്റൊക്കെ വായിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം അത് വേറെ തന്നെ ഒരു ഫീലാണ്. പിന്നെ എന്നെ കാണാതെയും അറിയാതെയും, ഞാൻ കാണാതെയും അറിയാതെയൊക്കെ എന്നെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ള സന്തോഷം, മാഷാ അല്ലാഹ്, ആ ഒരു സന്തോഷം എനിക്കുണ്ട്. പിന്നെ ഇനിയും ഇതുപോലെ തന്നെ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. വീഡിയോസിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം എന്നുണ്ടെങ്കിലും നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.